ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ മന്തീൻ്റെ റെസിപ്പിയാണ്. ചിക്കൻക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിനയില, മല്ലിയില, നീരുള്ളി, തക്കാളി, ക്യാപ്സിക്കം, മാഗി ക്യൂബ്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്ത പേസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മന്തി മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, റെഡ് ചില്ലി, ഒറിഗാനോ. പിന്നെ ഞാൻ കുറച്ച് സോസെല്ലാം ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും ആവശ്യത്തിനുള്ള ഓയിലും കുറച്ച് തൈരും ചേർത്ത് നല്ലയിൽ മിക്സ് ആക്കാം. എന്നിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവും. ഒരു ദിവസം മുന്നേ എല്ലാം ആക്കിയിട്ട് വെച്ചെങ്കിൽ അത്രക്കും നല്ലത് തന്നെ. എന്നിട്ട് ചിക്കൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് വന്നോളും. ഇനി ഇതാ റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ റൈസ് നല്ലതിൽ വൃത്തിയാക്കിയതിന് ശേഷം ഹാഫ് അവർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മന്തിയിലേക്ക് ആവശ്യമായ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ആവശ്യമായ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും നീരുള്ളിയും മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റൈസിൽ ചേർത്ത് കൊടുത്തെങ്കിൽ റൈസിന് വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ റൈസിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മന്തി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി വെള്ളം നല്ലയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് റെഡ് ചില്ലിയും ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും കുറച്ച് തേനും ചേർത്ത് നല്ലതിൽ മിക്സ് ആക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ റൈസ് നല്ലതിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളറും നേരത്തെ ചിക്കൻ വേവിച്ച ഗ്രേവി ബാക്കിയുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുകളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി മന്തിക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഞാനിതാ ചിക്കനെല്ലാം മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചോറ് ഇതാ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവേ. അപ്പോൾ എന്തായിട്ടും പെരി പെരി ചിക്കൻ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ.
Thank you for watching my video.